നമസ്കാരം, ഞാൻ ഡോക്ടർ ചിക്കു മാത്യു, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. പരീക്ഷാ കാലഘട്ടമാണ്, റിസൾട്ട്സ് വരാറായി. അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് പേടിയുണ്ടാവാം, നല്ല മാർക്ക് കിട്ടുമോ, ഞാൻ പാസ്സാകുമോ, നല്ലൊരു ഹയർ കോഴ്സ് എനിക്ക് കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ആസ് എ സൈക്യാട്രിസ്റ്റ് എനിക്കും ഇച്ചിരി പേടിയുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് കൂട്ടുകാരെങ്കിലും എൻ്റെ അടുത്ത് വരാറുണ്ട്, ഡോക്ടർ എനിക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് ഇനി എൻ്റെ മുന്നിൽ ഒരു സൊല്യൂഷൻ ഇല്ല, എനിക്ക് മരിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ICUവിൽ നിന്നൊക്കെ ഒരുപാട് കോളുകൾ വരും. 17 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യാ ശ്രമം കഴിഞ്ഞ് ICUവിൽ അഡ്മിറ്റായി, ഡോക്ടർ ഒന്ന് വന്ന് കാണുമോ എന്ന് ചോദിച്ച്. കാരണം എന്താ? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല, പരീക്ഷയിൽ ജയിച്ചിട്ടില്ല. അപ്പോൾ ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കുന്നത് ഒരു നല്ല സൊല്യൂഷനാണോ? നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട്, അതിനൊരു പരിഹരിക്കാനുള്ള മാർഗമായിട്ട് നമുക്ക് ആത്മഹത്യയെ കാണാൻ കഴിയുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അഡൽട്ട് ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രശ്നമുള്ളതുകൊണ്ടാകാം, ഒരു അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാകാം. അങ്ങനെ സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റലായിട്ട് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഭൂരിഭാഗം ആത്മഹത്യ ചെയ്തവരിൽ അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്തിയവരിൽ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ചില കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ചില മുതിർന്നവർക്ക് ചില സ്വഭാവത്തിലെ ചെറിയ പ്രത്യേകതകൾ കാരണം പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അതെങ്ങനെയാണ് നേരിടേണ്ടത് എന്നവർക്ക് അറിയില്ല. ആത്മഹത്യ ഒരു പരിഹാരമായിട്ട് മുന്നിലേക്ക് അവർക്ക് വരാം. പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കുന്നവർക്ക് പ്രശ്നം വന്നു കഴിയുമ്പോൾ ആത്മഹത്യയാണ് ഒരു പരിഹാരം എന്ന് തോന്നുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഒരു നെഗറ്റീവ് വ്യൂ പോയിൻ്റ് ഉള്ളവർ, ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ലാത്തവർക്ക് ഒക്കെ ആത്മഹത്യ ഒരു പരിഹാരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവർക്ക് ചെറിയൊരു റിസ്ക് ഉണ്ട് ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്താൻ. രണ്ടാമത്തെ കാരണം സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്സിന് പുറകിലെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിഷാദരോഗം, ഉത്കണ്ഠ രോഗങ്ങൾ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ്, മദ്യപാനം, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കഞ്ചാവിനും ലഹരി വസ്തുക്കളോടുള്ള അടിമത്തമൊക്കെയാണ് വേറെ തരത്തിലുള്ള കാരണങ്ങൾ. ഇനി ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്താൻ സാധ്യതയുള്ള ഒരാളെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും? ഒന്ന്, സാധാരണയുള്ള പെരുമാറുന്ന ഒരു സ്വഭാവത്തിൽ നിന്നും ആൾ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു പെരുമാറ്റ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊന്ന് സൂപ്പർവൈസ് ചെയ്യണം. വളരെ ആക്റ്റീവായി വളരെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വിത്ഡ്രോൺ ആവുക, വേറെ സോഷ്യൽ സിറ്റുവേഷൻസിലൊന്നും പുള്ളി വരുന്നില്ല, ഫാമിലി ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല, കോളേജിൽ വരുന്നില്ല, ജോലിയിൽ പോകുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൾ വിളിക്കുക, എടാ നീ എന്നാടാ വരാത്തത്? പ്രോബബ്ലി ഷീ മൈറ്റ് ബി ഗോയിങ് ത്രൂ സം ഇഷ്യൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ പെരുമാറ്റ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് എൻക്വയറി ചെയ്യണം എന്താണ് പറ്റിയെന്നുള്ളത്. ഇനി വേറെ ഒരു ലക്ഷണം, അതായത് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്താൻ സാധ്യതയുള്ളവരുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? 9 ലക്ഷണങ്ങളുണ്ട് വിഷാദ രോഗത്തിന്. സ്ഥായിയായുള്ള വിഷാദഭാവം, ഒരു കാര്യവും നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഒരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാരണമില്ലാതെ ക്ഷീണം, കട്ടിലേൽ തന്നെ എഴുന്നേൽക്കാൻ തന്നെ തോന്നുന്നില്ല, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഏകാഗ്രത കുറവ്, പിന്നെ അതുപോലെ തന്നെ സൂയിസൈഡൽ തോട്ട്സ്, ഡെത്ത് വിഷസ്. അപ്പോൾ ഇതൊക്കെയാണ് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇക്കൂട്ടരും അറ്റ് റിസ്ക് ഫോർ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഈ 2 കാറ്റഗറി, അതായത് പെരുമാറ്റ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിലോ നിങ്ങളുടെ ഒരു റിലേറ്റീവിലോ നിങ്ങളുടെ മക്കളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിബ്ലിങ്ങിലോ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. 2, മേൽപ്പറഞ്ഞ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിലും ദീസ് ആർ 2 കാറ്റഗറീസ് ഓഫ് പേഷ്യൻസ് ഹു ആർ അറ്റ് റിസ്ക് ഫോർ കമ്മിറ്റിംഗ് എ സൂയിസൈഡ് അറ്റംപ്റ്റ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇവരെ രക്ഷിക്കാനാവുക? ആത്മഹത്യാ ശ്രമം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യടാ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ മകൾ അല്ലെങ്കിൽ മകൻ നമ്മളോട് ഒന്ന് പറയാം, അമ്മ എനിക്ക് ശരിയാവുന്നില്ല, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു എന്നൊക്കെ പറയണേ, ഹൗ ക്യാൻ യു ഹെൽപ്പ് ദം? ബൈ ലിസണിങ് ടു ദം. അപ്പോൾ ഒരു റിഫ്ലക്റ്റീവ് ലിസണർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ദേ ഡോണ്ട് നോ ഹൗ ടു സോൾവ് ഇറ്റ്.
അപ്പോൾ നമ്മളോടടുത്ത് കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിയുമ്പോൾ നോൺ ജഡ്ജ്മെൻ്റലായി, നോൺ ക്രിറ്റിക്കലായി, വളരെ ഓപ്പൺ മൈൻഡഡായിട്ട് നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുക. അവർക്ക് പറയാനുള്ള തോട്ട്സിന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂയിസൈഡലായിട്ടുള്ള തോട്ട്സ് ആയിക്കോട്ടെ, എന്തായാലും നോൺ ജഡ്ജ്മെൻ്റലായിട്ട് അവരെ കേൾക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കർത്തവ്യം. രണ്ടാമതായിട്ട് തീർച്ചയായിട്ടും ഇക്കൂട്ടർക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണ്ടതാണ്. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഹെൽപ്പ് ഇവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഇനി സൂയിസൈഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമങ്ങളെക്കുറിച്ച് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ. ആദ്യത്തേത് വളരെ സർവ്വസാധാരണയായിട്ട് ഞാൻ കേൾക്കുന്നത്, ഇവൻ ഒരു പ്രാവശ്യം ചെയ്തതാണ്, അതുകൊണ്ട് ഇവനറിയാം അതിൻ്റെ കോൺസിക്വൻസ്, ഇനി ചെയ്യില്ല. അത് തെറ്റിദ്ധാരണയാണ്. അത്തരക്കാരാണ് വീണ്ടും വീണ്ടും ചെയ്യാൻ സാധ്യതയുള്ളവർ. സോ അവർക്ക് നമ്മുടെ ഒരു ടെൻഡർ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർവിഷൻ എപ്പോഴും ആവശ്യമുള്ളവരാണ് ഒരു തവണ ആത്മഹത്യാ ശ്രമം കഴിഞ്ഞവർ. രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ചില കൂട്ടുകാരുണ്ടാവാം അല്ലെങ്കിൽ ചില റിലേറ്റീവ്സ് ഉണ്ടാവും, എടി എനിക്ക് മരിച്ചാൽ മതി, എനിക്കിനി ജീവിക്കണ്ട എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നവർ. അപ്പം നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്താ, ഇത് പറയുന്നതല്ലേ, പറച്ചിലല്ലേ ഉള്ളൂ, ഇത് ചെയ്യത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ദാറ്റ് ഈസ് ആക്ച്വലി എ ക്രൈ ഫോർ ഹെൽപ്പ്. എന്നെ സഹായിക്കണം എന്ന് ആ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ആ സുഹൃത്ത് നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ ഒരിക്കലും അതിനെ നമ്മൾ തിരസ്കരിക്കരുത്. ബട്ട് ദേ ഹാവ് ടു ബി ബ്രോട്ട് ഫോർ മെഡിക്കൽ ഹെൽപ്പ്. ഇനി മൂന്നാമത്, ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്തിയ ഒരു ഫാമിലിനെ നമ്മൾ ഒരുപാട് സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് മാറ്റി നിർത്താറുണ്ട്. ഇതിനെ ആരോടും പുറത്ത് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ആക്കണ്ട, ഇത് ഒതുക്കി നിർത്തേണ്ട വിഷയമാണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അവരുടെ അടുത്ത് പോയി അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് വേണ്ട സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനും ഉള്ളൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് നമ്മുടെ യുവതലമുറയെ, നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ റിലേറ്റീവിനെ നമുക്ക് സഹായിക്കാനുള്ളൊരു ഉത്തരവാദിത്തം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. ആത്മഹത്യ ശ്രമം കഴിഞ്ഞ് നമ്മുടെ അടുത്തൊരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരാൾ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുക? ഒന്ന്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആൾ അല്ലെങ്കിൽ ഈ ഒരു കുട്ടി എന്തുകൊണ്ടാണ് ആത്മഹത്യ ശ്രമം നടത്തിയതെന്ന് നമ്മൾ ഒന്ന് അസസ് ചെയ്യാൻ നോക്കും. എന്തൊക്കെയാണ് ആളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ കൂടെയാണ് പുള്ളി കടന്നു പോകുന്നത് എന്നുള്ളത്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വിഷാദ രോഗമുണ്ടോ എന്ന് നമ്മൾ നിർണ്ണയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങൾ നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കും. ചെറിയ കൗൺസിലിംഗ് സർവീസസൊക്കെ നമ്മൾ ഓഫർ ചെയ്യും. നേരെ മറിച്ച് ഒരു വിഷാദ രോഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മെഡിക്കൽ ഹെൽപ്പ് തന്നെ വേണം. കാരണം ആത്മഹത്യാ ശ്രമം കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ, വിഷാദ രോഗമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും അത് ചെയ്യണം എന്നൊരു തോന്നൽ വീണ്ടും വീണ്ടും വരാം. അപ്പം നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാതാലേ, മെഡിസിൻ കൊടുത്താലേ അതിനെ നമുക്ക് ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറയുന്ന മെഡിക്കേഷൻസാണ്. ആൻറ്റി ഡിപ്രസൻസ് വളരെ സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഒട്ടും അഡിക്ഷനോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം സൈഡ് എഫക്ട്സോ ഒന്നും വരാത്ത മെഡിക്കേഷൻസ് ആണ് ആൻറ്റി ഡിപ്രസൻസ്. ഇൻഫാക്ട് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആണ്. അതായത് തലച്ചോറിന് ചെറിയ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൂടെ കൊടുക്കുന്ന ഏജൻസ് ആണ് ആൻറ്റി ഡിപ്രസൻറ്റ് കാറ്റഗറിയിലുള്ള സൈക്യാട്രിക് മെഡിക്കേഷൻസ്. യൂഷ്വലി നമ്മളൊരു 6 മാസം തൊട്ട് ഒരു 9 മാസം വരെയൊക്കെ മെഡിക്കേഷൻ കൊടുത്ത് നമ്മൾ പൊതുവേ ഡോസ് കുറച്ച് നിർത്തിക്കൊണ്ട് വരുവാണ് ചെയ്യുന്നത്. ഒരു 6 to 9 months ഓഫ് ട്രീറ്റ്മെൻറ്റ് കോഴ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 1 year എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അത്രയും നാൾ ഡോക്ടർ പറയുന്നതനുസരിച്ച്, ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായ അളവിൽ കൃത്യമായ കാലഘട്ടത്തിലേക്ക് മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആത്മഹത്യ ശ്രമങ്ങളെ പരിഹരിച്ച് നിർത്താൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ആത്മഹത്യ ശ്രമങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അതിന് ഓഫ് കോഴ്സ് കൂടുതലും പബ്ലിക് അവെയർനെസ് കൂട്ടുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള അവെയർനെസ് പ്രോഗ്രാംസ് നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ടീച്ചർമാർക്കൊക്കെ ചെറിയ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വഴി തൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമോ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗമോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അഡിക്ഷനോ ഒക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടീച്ചർമാരുടെ ഇടയിൽ നമുക്കൊരു ക്ലാസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളുടെ ഇടയിലും ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ പെരുമാറ്റ വ്യത്യാസങ്ങൾ വരാം എന്നുള്ളതും ഡിപ്രഷനും ആൻസൈറ്റി ഡിസോർഡേഴ്സും അഡിക്ഷനും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണെന്നും അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നും കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും വേറൊരു പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ മീഡിയയിൽ സൂയിസൈഡ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ്, ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ചെയ്യാന്നുള്ളതും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കോപ്പി ക്യാറ്റ് സൂയിസൈഡ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. മീഡിയയിൽ കൂടി അമിതമായിട്ട് സൂയിസൈഡ്സിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുമ്പോൾ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് അത് ചെയ്യാൻ, കോപ്പി അടിച്ച് അത് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതാണ് മാർഗ്ഗം എന്ന് ഒരിക്കലും നമ്മളൊരു മീഡിയ റിപ്പോർട്ടിംഗ് വഴി നമ്മുടെ കൂട്ടുകാർക്ക് അത് പറഞ്ഞു കൊടുക്കരുത്. അപ്പോൾ കുറച്ചുകൂടി ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങും മീഡിയ പേഴ്സണൽ ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ആത്മഹത്യയെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സുഹൃത്തോ നമ്മുടെ ഒരു മകനോ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടിയോ ഒക്കെ ചെറിയ തരത്തിലുള്ള പെരുമാറ്റ വ്യത്യാസങ്ങളോ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, എന്താടി അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നുള്ളതൊന്ന് ചോദിച്ചറിയുക. സോ ദാറ്റ് പ്രോബബ്ലി നിങ്ങളുടെ ആ ഒരു ഒറ്റ ചോദ്യം വഴി നമുക്ക് ഒരുപാട് സഹായങ്ങൾ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തിന് നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സൂയിസൈഡ് എന്നുള്ളത് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു കോസ് ഓഫ് ഡെത്താണ്. നന്ദി, നമസ്കാരം.